പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വചനഭാഗത്ത് ദൈവത്തിന്റെ അതിമഹത്തായ പ്രവൃത്തി നമുക്ക് കണ്ട് അനുഭവിക്കാൻ കഴിയും. ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ഈ പാഴും ശൂന്യമായിരുന്ന ഭൂമിയിൽ ദൈവം അവിടുന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നടത്തുകയാണ്. 11 മുതലുള്ള വചനഭാഗം, ഭൂമിയിൽ നിന്ന് ദൈവം പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമി അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ സകല വൃക്ഷങ്ങളും സകലതും ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കൽപ്പിച്ചപ്പോൾ ഉണ്ടായതാ. പ്രിയമുള്ളവരെ, നമ്മളോർക്കും ആദ്യം മാവാണോ മാങ്ങാണ്ടിയാണോ ആദ്യം മുളച്ചത് അല്ലെങ്കിൽ ആദ്യം ഉള്ളത് എന്നുള്ള ചോദ്യവും സംശയവും നമ്മുടെ അകത്ത് വരുമ്പോൾ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. അതാണ്, ആ പറഞ്ഞ വാക്കിലാണ് ഇതെല്ലാം മുളച്ച് ഉണ്ടാകുവാൻ ഇടവന്നത്. അതുകൊണ്ട് ആദ്യം ദൈവത്തിന്റെ ശബ്ദമാണ് ഉണ്ടായത്. ദൈവത്തിന്റെ ശബ്ദത്താലാണ് സകല വൃക്ഷങ്ങളും ഫലം കായ്ക്കുന്ന എല്ലാ ചെടികളും ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കിയത്. അതുകൊണ്ട് മനുഷ്യർ ചിന്തിച്ച് ഒരിക്കലും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഉൽപ്പത്തി പുസ്തകം എടുത്ത് ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം ദൈവത്തിന്റെ പ്രവൃത്തി എത്ര മനോഹരമാണെന്ന്. അതിന്റെ താഴോട്ട് വചനം പറയുകയാണ്, ഭൂമിയിൽ അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലതെന്ന് ദൈവം കണ്ടു. കണ്ടോ? ദൈവം ഇതിനെ മുളപ്പിച്ചു. ദൈവം അത് നല്ലതെന്ന് കണ്ടു. ദൈവത്തിന്റെ ഒരു പദ്ധതി നോക്കിക്കേ. പാഴ് ശൂന്യമായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ശബ്ദത്താൽ മുളച്ചു വന്ന ഈ സർവചരാചരങ്ങളെയും കണ്ട് അനുഭവിക്കുവാനുള്ള ഒരു ഭാഗ്യം തന്ന ദൈവത്തെ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുമോ? ഈ ഭൂമിയിൽ നമുക്കൊരു ആയുസ് ദൈവം തന്നിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, സകല സൃഷ്ടികളോടും ദൈവത്തിന്റെ വചനം പറയുവാൻ വേണ്ടിയാ ദൈവം നമ്മെ വേർതിരിച്ചത്. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളോടും ദൈവത്തിന്റെ വചനം പറയണം. ദൈവമാണ് നമ്മളെ അവിടുന്ന് മെനഞ്ഞെടുത്തത്. ജീവനുള്ള ദൈവത്തിന്റെ മകനും മകളുമാക്കിയ ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചത് എത്ര നല്ലതാണ്. അതിനൊന്നും മോശമായില്ല. ഈ മോശമാകാത്ത നല്ലതായി സൃഷ്ടിച്ച ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് നമ്മൾ എത്ര സന്തോഷിക്കണം. ഇത് ആർക്ക് വേണ്ടിയാ ദൈവം സൃഷ്ടിച്ചത്? തന്റെ മക്കൾക്ക് വേണ്ടി. തന്റെ മക്കൾ ആരാണ്? നമ്മൾ ഓരോരുത്തരും. ദൈവം നമുക്ക് വേണ്ടിയാ ഇത് സൃഷ്ടിച്ചതെന്ന് നമ്മൾ കാണണം. എത്ര മനോഹരമായിരിക്കുന്നു ദൈവത്തിന്റെ സൃഷ്ടി. കർത്താവ് തന്നെ പറയുകയാണ്, അതെത്ര നല്ലതായിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം കണ്ട് ദൈവത്തിന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു വിളിയാ ദൈവം തന്നത്. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണേണ്ടത്. സന്ധ്യയായി, ഉഷസ്സായി, 3-ാം ദിവസം ദൈവത്തിന്റെ മഹത്വമാണ് 3-ാം ദിവസം വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ മഹത്വം കാണാൻ ഭാഗ്യം കിട്ടിയ നമ്മുടെ കണ്ണുകൾ എത്ര വലുതാണ്, നമ്മുടെ കാതുകൾ എത്ര വലുതാണ്, നമ്മുടെ നാവോ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇതെല്ലാം കാണാനുള്ളൊരു ഭാഗ്യം ദൈവം തന്നല്ലോ. നമുക്ക് ഭാഗ്യം കിട്ടിയ ദൈവത്തിന്റെ സന്നിധിയിൽ തുറന്ന ഹൃദയത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെ കണ്ട് അനുഭവിക്കുവാൻ. ഇതെല്ലാം നല്ലതാണെന്ന് പറഞ്ഞവന്റെ മഹത്വമാണ് നമ്മുടെ മധ്യത്തിലേക്ക് കർത്താവ് പകർന്നു തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ,
പാഴിൽ ശൂന്യമായിരിക്കുന്ന ഭൂമിയിൽ ദൈവം എത്ര മനോഹരമായിട്ട് ഇതെല്ലാം സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടിയെ ഓർത്ത്, ദൈവത്തിന്റെ പ്രവൃത്തിയെ ഓർത്ത്, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തൊന്ന് നന്ദി പറയാം. കർത്താവേ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. എത്ര മനോഹരമായ ദൈവം ഞങ്ങളെയും അതുപോലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് അങ്ങയെ വർണ്ണിക്കാൻ, അങ്ങയെ നന്ദി പറയുവാൻ, അങ്ങയ്ക്ക് സ്തുതിക്കുവാൻ ഈ ജീവിതം പോരെ കർത്താവേ. നമ്മൾ പാടും, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ. ഒരു നിമിഷം കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനും നീ നൽകിയ കൃപയ്ക്കായി ഞങ്ങളിതാ നന്ദി പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.